സെക്കൻഡ് ഫോമാണ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. ഇപ്പോൾ 0/0 ഫോം ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റും ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റും കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 log x ബൈ കോട്ട് എക്സ്. അപ്പോൾ ഇതിൽ എക്സിന് 0 കൊടുത്താൽ log 0 ബൈ കോട്ട് 0 എന്നാണ് വരിക. അത് എന്താണ്? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലായിരിക്കും തന്നിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ആദ്യം ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് log എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ഡിവൈഡഡ് ബൈ കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനകത്ത് നമ്മൾ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1/sin x ആ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x ഡിവൈഡഡ് ബൈ മൈനസ് 1/sin സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഴുതി ഈ എക്സ് താഴേക്ക് വരും, സൈൻ സ്ക്വയർ എക്സ് മേലേക്ക് പോകും. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് എന്ന് വരും. എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി ഫോമിൽ വന്നാൽ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? എ ഡി ബൈ ബി സി. ആ ഒരു രീതിയിലാണ് ഇതിനെ നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ്. ഇനി എക്സിന് 0 കൊടുത്തത് നോക്കിക്കേ. അപ്പം സൈൻ 0/0. അപ്പോൾ ഇതെന്തായി മാറും? 0/0 ഫോമായി. നമ്മൾ ഫസ്റ്റ് പഠിച്ച് 0/0 ഫോമിലേക്ക് അത് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റും ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സെപ്പറേറ്റും. സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? അതിനെ സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 2sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമ്മളുടെ ആൻസർ എക്സിന് നമ്മൾ 0 കൊടുക്കാൻ പോവാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 1 വന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആൻസർ കിട്ടും. അപ്പോൾ മൈനസ് 2 ഇൻറ്റു സൈൻ 0 ഇൻറ്റു കോസ് 0 ബൈ 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു സൈൻ 0 0 ഇൻറ്റു 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 എന്ന് കിട്ടും. മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോംസ് റെഡ്യൂസിബിൾ ടു 0/0 ഫോം. അതേപോലെ അത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കും റെഡ്യൂസ് ചെയ്യാം. ജനറലായിട്ട് എഴുതിയെന്നുള്ളൂ ഫോംസ് റെഡ്യൂസിബിൾ ടു 0/0 ഫോം. അതിൽ ഫസ്റ്റ് 3 ഒന്നാമത്തേത് ഫോം 0 ഇൻറ്റു ഇൻഫിനിറ്റി. ഈ ഒരു രീതിയിൽ വരുവാണെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ 2 ഫംഗ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ടാൻ എക്സ് ലോഗ് എക്സ് ഉണ്ട്. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സും ആയിട്ട് എടുത്താൽ നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിനെ ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻ ഡിവൈഡഡ് ബൈ 1/g ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇത് ന്യൂമറേറ്ററിലേക്ക് പോകുമല്ലോ. ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ 1/g ഓഫ് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ബൈ 1/f ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതാണേലും ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ ഈ 2 രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ 1/g ഓഫ് എക്സ്, അല്ലെങ്കിൽ ജി ഓഫ് എക്സ് ബൈ 1/f ഓഫ് എക്സ്. 2 ഫംഗ്ഷൻ വരുവാണെങ്കിൽ ഈ ഒരു രീതിയിലാണെങ്കിൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ 0 കൊടുത്താൽ ടാൻ 0 ഇൻറ്റു ലോഗ് 0 എന്ന് വരും. അപ്പോൾ ഇത് ടാൻ 0 0 ഇൻറ്റു ലോഗ് 0 ഇൻഫിനിറ്റി. അപ്പോൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിലാണുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ആണ്. അതിനെ ഒരെണ്ണത്തിന് ഇതേപോലെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും നോക്കാം. അല്ലെങ്കിൽ ഇതിൽ ടാൻ എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോഗ് എക്സ് അതുപോലെ തന്നെ എഴുതി ഇൻറ്റു ടാൻ എക്സിനെ എങ്ങനെ മാറ്റി എഴുതാം? ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1/, അതായത് ഇങ്ങനെ എഫ് ഓഫ് എക്സ് ബൈ 1/g ഓഫ് എക്സ് എന്ന് എഴുതൂലേ, അതേപോലെ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1/tan എക്സ്. ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1/tan എക്സ് ഇത് ഈക്വലൻ്റ് അല്ലേ? ടാൻ എക്സ് ഇൻറ്റു ലോഗ് എക്സിന് ഈക്വലൻ്റ് അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് ലിമിറ്റ്
എക്സ് ടെൻസ് ടു 0 ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ 1/tan x എന്താണ്? കോട്ട് എക്സ്. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാൻ എക്സിനെ ഡിനോമിനേറ്ററിലേക്ക് എടുത്തത്. അപ്പോൾ ലോഗ് എക്സ് ബൈ കോട്ട് എക്സ് എന്ന് വന്നു. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായി? ലോഗ് 0 ബൈ കോട്ട് 0. ലോഗ് 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, കോട്ട് 0 എന്ന് പറയുന്നതും ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഏത് ഫോമായി? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് മാറിയില്ലേ? ഇതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോംസ് റെഡ്യൂസിബിൾ ടു 0/0 ഫോം ഓർ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ ഇതിനെ ഇന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ഡിവൈഡഡ് ബൈ കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/x ഡിവൈഡഡ് ബൈ കൊസീക് സ്ക്വയർ എക്സിനെ 1/sin സ്ക്വയർ എക്സ് എന്ന് എഴുതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ്. അപ്പോൾ ഇത് ഏത് ഫോമായി? 0 കൊടുക്കുമ്പം sin 0/0. അപ്പോൾ അത് എന്തായി? 0/0 ഫോമായി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സിൻ്റെ ഡെറിവേറ്റീവ് 2 sin x cos x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമുക്ക് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 sin x cos x എന്ന് കിട്ടി. ഇനി എക്സിന് നമുക്ക് വാല്യൂസ് കൊടുക്കാം. അപ്പോൾ മൈനസ് 2 ഇൻറ്റു sin 0 ഇൻറ്റു cos 0 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു 0 ഇൻറ്റു 1. ആൻസർ എന്ത് വരും? 0. നെക്സ്റ്റ് ഫോമാണ് ഫോം ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ evaluate limit x tends to 0 1/sin x minus 1/x. അപ്പോൾ ഇത് നോക്കിക്കേ, 1/sin x 0 കൊടുക്കുമ്പോൾ 1/sin 0 1/0 മൈനസ് 1/0. ഇതെന്താവും? ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിലായി. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിലാണുള്ളത്. ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/sin x മൈനസ് 1/xനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ലിമിറ്റ് എക്സ് ടെൻസ് ടു, അതായത് ഇത് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഫോമിലാണുള്ളത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ കിട്ടും? എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു 0 കൊടുക്കുമ്പം 0 മൈനസ് സൈൻ 0, അപ്പോൾ 0/0 ഫോമായി. അപ്പോൾ ഇതെന്തായി മാറി? 0/0 ഫോമായി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ബൈ എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇത് ഫസ്റ്റും ഇത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ചൂസ് ചെയ്താൽ അപ്പോൾ നമ്മളുടെ ആൻസർ ഇങ്ങനെ കിട്ടും. ഇനി ഇതിനകത്ത് 0 കൊടുക്കുമ്പോൾ 1 മൈനസ് കോസ് 0 എന്ന് പറയുന്ന 1 ബൈ എക്സ് എന്ന് പറയുന്ന 0 ഇൻറ്റു കോസ് 0 എന്ന് പറയുന്ന 0 വരും പ്ലസ് സൈൻ 0 0. അപ്പോൾ ഇത് വീണ്ടും എന്തായി? 0/0 ഫോമിലേക്ക് തന്നെ മാറി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. അപ്പോൾ ഇത് വരുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്നാണ് വരിക. ഇനി 0 ഇതിൽ കൊടുത്താൽ വാല്യൂസ് കിട്ടും. സൈൻ 0 ബൈ മൈനസ് 0 ഇൻറ്റു സൈൻ 0 0 വരും പ്ലസ് കോസ് 0 പ്ലസ് കോസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 0 എന്ന് പറയുന്നത് 0 ബൈ കോസ് 0 എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് 0 1
അപ്പം 0/2 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ എന്താ വരിക? 0 വരും.